ഫാഹിസ്. ഹായ് ചേട്ടാ. പൂർണ്ണമായിട്ട് പേര് ഫാഹിസ് ഹംസ. ഫാഹിസ് ഹംസ ആ, എനിക്ക് ആദ്യം അറിയേണ്ടത് ജിയോളജിയാണ്. ബി എസ് സിയും പി ജിയും ചെയ്തത് ജിയോളജിയാണ്. ആണ് ആണ് ആ, പക്ഷെ എങ്ങനെ ഈ പാട്ടിലേക്ക് ഇതുവരെ എത്തി? ഞാൻ +2 കഴിഞ്ഞിട്ട് ഇങ്ങനെ കുറച്ച് തരികിടായിരുന്നു ഞാൻ. ആ. അപ്പോൾ നാട് കടത്തിയാണ് ഉമ്മയും ഉപ്പൊക്കെ കൂടെ. ശരിക്കും അതെ. അപ്പോൾ പിന്നെ പട്ടാമ്പിയിൽ പോയി. എന്തൊക്കെയായിരുന്നു ആ സമയത്ത് ചെയ്തുകൊണ്ടിരുന്ന? മാവിൽ കല്ലെറിയ അങ്ങനെയൊന്നും അല്ല. കുരുത്തക്കേട് ബേസിക്കലി അതിൻ്റെ ഒരു എക്സ്ട്രീം പരിപാടി ആയിരുന്നു. ക്ലാസ്സിലൊന്നും കയറില്ല, ടീച്ചർമാരെ കണ്ണിലുണ്ണിയിരുന്നു, കണ്ടുകൂടാ. പക്ഷെ പി ജി വരെ എത്തിയല്ലോ. അത് പഠിക്കും, അത് പഠിക്കൂല എന്നല്ലേ പറഞ്ഞ്. ക്ലാസ്സിൽ കയറില്ല, അലമ്പാന്നാ പറഞ്ഞ്. പഠിക്കായികൊന്നുമില്ല. പഠിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ പി ജിയും ബി എസ് ഒന്നും കിട്ടില്ല. എനിക്ക് സപ്ലി ഒന്നും ഉണ്ടായിരുന്നില്ല ഡിഗ്രിക്കൊന്നും. പി ജി അങ്ങനെ കംപ്ലീറ്റ് ചെയ്ത. ഓ, പഠിത്തത്തിൽ ഹൈ മിടുക്കനാണ്. അങ്ങനെ ചോദിച്ചാൽ എടുക്കുന്നല്ല, എക്സാം ആയാൽ പഠിക്കും, ക്ലാസ്സിൽ കയറില്ല, ആ പരിപാടിയില്ല. പാട്ടും പരിപാടി ഇതൊക്കെ തന്നെയാണ്. അങ്ങനൊക്കെ ആയിട്ട് ഇങ്ങനെ പോയി. അപ്പം വീട്ടുകാർ തന്നെ +2 കഴിഞ്ഞപ്പോൾ നേരെ കയറ്റി വിട്ടു. പട്ടാമ്പിയിൽ പോയി നിന്ന് പഠിച്ചു. അവിടെ ഇരുന്നു ഒരു കൊല്ലൊക്കെ സ്റ്റാർട്ടിങ്. അവിടെ ആരുമില്ലാത്തടത്തേക്കാണ് വിട്ടത്, നന്നാവാൻ വേണ്ടിയിട്ട്. ഹോസ്റ്റലിൽ ഇരുത്തി. ഹോസ്റ്റലും അല്ല, ഒരു ചെറിയൊരു റൂമായിരുന്നു. അവിടെ ഇങ്ങനെ ഒറ്റക്ക് നിന്നു. കുക്കിംഗ് ഒക്കെ ഒറ്റക്ക് തന്നെ ചെയ്യണം. അത് തന്നെ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും, പോവും. ഉച്ചക്ക് എന്നിട്ട് ഫുഡൊന്നും കഴിക്കാതെ തിരിച്ചു വരും. രാത്രി 2 നേരം ഫുഡൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിനപ്പോൾ പാട്ട് കൊടുത്തൊക്കെ അവിടെ നിന്ന് തന്നെ, എല്ലാതും അവിടെ തന്നെ. അങ്ങനെ 3 കൊല്ലം അവിടെ നിന്ന് പഠിച്ചു. അങ്ങനെ അവിടെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു. അതുപോലെ തിരിച്ചു വന്നു നാട്ടിൽ നിന്ന്, തൃശ്ശൂരിൽ നിന്ന് PG ക്രൈസ്റ്റ് കോളേജിൽ അത് കംപ്ലീറ്റ് ചെയ്തു. അതിൻ്റെ കൂടെ തന്നെ പാട്ടും കാര്യങ്ങളൊക്കെ ഇങ്ങനെ. പാട്ട് എവിടെയാ തുടങ്ങിയ ശരിക്കും? പാട്ട് ബേസിക്കലി ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല. എനിക്ക് പ്രത്യേകിച്ച് കർണാട്ടിക് ബേസിക്കോ ഒന്നുമില്ല. ഞാൻ പഠിക്കാതെയാണ് ഇതുവരെ എത്തിയതൊക്കെ. ഞാനൊരു നോർമലി ഒരു ഓഡിഷൻ തൊഴിലാളിയാണ്. എല്ലാ ഓഡിഷനും കയറി പങ്കെടുക്കും. പക്ഷെ കണ്ട പ്രായം പറയുന്നില്ലല്ലോ. അത് പറയരുത്, പറയാൻ പാടില്ലല്ലോ. ഗ്ലാമർ. എന്നിട്ട് അപ്പോൾ ഓഡിഷൻസിനൊക്കെ കുറേ പോവും. മുംബൈയിൽ വരെ ഞാൻ ഓഡിഷന് വേണ്ടി ഇന്ത്യൻ ഐഡലിൻ്റെ 3rd ഓഡിഷൻ വരെ പോയിട്ടുണ്ട്. പക്ഷെ അവർക്ക് നല്ല പനിയായി. ഇവിടുന്ന് ട്രെയിനിൽ അവിടെ എത്തുമ്പോഴത്തേനും ഏകദേശം തീരുമാനമായി. പാടാനൊന്നും പറ്റിയില്ല, കരഞ്ഞ് പൊളിച്ച് തിരിച്ചു വന്ന്. പിന്നെ അതിനുശേഷം ഇവിടെ നാട്ടിൽ വേറെ ഓഡിഷൻസിന് പങ്കെടുത്തു. പക്ഷെ എനിക്കിപ്പോൾ എനിക്കൊന്ന് ഫസ്റ്റായിട്ടൊരു റിയാലിറ്റി ഷോ ഇങ്ങനെ കുറച്ചും കൂടി എന്താ പറയുക, നല്ല സിനിമാറ്റിക് സോങ്സ് അങ്ങനെയൊക്കെ വന്നതിൽ ആദ്യത്തെ റിയാലിറ്റി ഷോ ആണ് അമൃത TV. ഫസ്റ്റ് സ്റ്റെപ്പിങ്. ബാക്കിയുള്ളതിലൊന്നും എനിക്ക് ഫുള്ളായിട്ട് കയറാനൊന്നും പറ്റിയിട്ടില്ല. എനിക്കിതൊരു വലിയ തുടക്കമാണ് എന്നെ സംബന്ധിച്ചിട്ട്. ഞാൻ പാടിയിട്ടുണ്ട്, പക്ഷേ കർണാട്ടിക് ഒന്നും പഠിക്കാതെ ഇതുവരെ എത്തുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ സംഭവമാണ്. പഠിക്കാതെ എൻ്റെ പ്രശ്നമാണ്. എന്നാൽ പോലും അവിടെ വരെ ഒറ്റക്കാണ് കൂടുതൽ. യൂട്യൂബ് നോക്കുക, പഠിക്കുക. എല്ലാവരും ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യില്ല കർണാട്ടിക്കിൻ്റെ ബേസിക് സാധനങ്ങൾ. ഇപ്പോൾ സപ്ത പരിപാടികളൊക്കെ, സ്വരങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ടാണ് പഠിച്ചെടുക്കുക. സരളി വരിശകളും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കർണാട്ടിക് ഒരു ഗുരുവിൽ നിന്ന് പഠിച്ചിട്ടില്ല എന്നേ ഉള്ളൂ. യൂട്യൂബ് ഗുരുവായിരുന്നു. യൂട്യൂബ് ഗുരുവാണ്. ഒന്നും പഠിച്ചിട്ടില്ല എന്നല്ല, 3 മാസം പോവും, നിർത്തും. പിന്നെ ഒരു 6 മാസം പോവും, നിർത്തും. ഒരു സ്ഥിരത ഉണ്ടായിരുന്നില്ല ഒരു കാര്യത്തിനും. പാട്ട് പഠിക്കാൻ അങ്ങനെ ഫിനാൻഷ്യലി അങ്ങനെയായിരുന്നു. പിന്നെ എൻ്റെ മടിയും അതിനെ അനുവദിച്ചിരുന്നില്ല ആ സമയത്ത്. പക്ഷെ പ്രാക്ടീസ് ചെയ്യാൻ മടിയില്ല. വീട്ടിൽ ഇരുന്നൊക്കെ ചെയ്യും. പാട്ട് നല്ലോണം കേൾക്കും, എല്ലാ ജോണറും കേൾക്കും. ഏകദേശം ഒരു 400 പാട്ടോളം കമ്പോസ് ചെയ്ത് തന്നെ യൂട്യൂബിലുണ്ടാവും, അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. ഈ കസത്തൊക്കെ ആരാ കേട്ടോണ്ടിരുന്നേ? സ്വന്തമായിട്ട് കേൾക്കും? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ പാട്ട് കേൾക്കുമ്പോൾ ഇങ്ങനെ തോന്നും ഇങ്ങനെ ഒരു പാട്ട് ചെയ്യുക. അപ്പോൾ സൂഫി കവാലി നല്ലോണം കേൾക്കും. കവാലി ബാൻഡ് ഉണ്ട്. അപ്പോൾ കവാലി അത്യാവശ്യം പാടും. ചെറുപ്പം തൊട്ടേ മദ്രസകളിൽ തൊട്ടേ മാപ്പിളപ്പാട്ടുകളൊക്കെ അങ്ങനെ പാടി വന്നുണ്ട്. ഞാൻ അതിൽ കുറച്ച് ഭയങ്കര ഫോക്കസ്ഡാണ്. ഗസൽ, കവാലി, മാപ്പിളപ്പാട്ടുകളൊക്കെ നല്ല കേൾക്കും. അപ്പോൾ ആ ജോണറിലുള്ള പാട്ടുകൾ കമ്പോസ് ചെയ്യും. അപ്പോൾ യൂട്യൂബിൽ തന്നെ കുറേ പേര് ഇതേ പറഞ്ഞ പോലെ, എൻ്റെ ഒരു സമയത്തെ വരുമാനം തന്നെ അതായിരുന്നു ഡിഗ്രി സമയത്തൊക്കെ. അത് പാട്ട് ഇത് കമ്പോസ് ചെയ്ത് തരുമോ? അപ്പോൾ ഞാൻ കമ്പോസ് ചെയ്തെടുക്കും ഓരോന്നൊക്കെ. അപ്പോൾ നമുക്ക് 4000 രൂപ 5000 രൂപ ഒക്കെ കിട്ടും ഒരേ പാട്ടിന്. അങ്ങനെ ഒരു മാസം 10-15 പാട്ടൊക്കെ ചെയ്യുന്ന സമയം ഉണ്ടായിരുന്നു. ആള് മിടുക്കനാണ്. ചെറിയ ആളല്ല. കണ്ടാൽ പക്ഷെ ചെറുതാണെന്ന് തോന്നുന്നു. പക്ഷെ ഞാൻ ഇത്രയും പ്രതീക്ഷിക്കുന്നില്ല കേട്ടോ. കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ചെറിയ പയ്യൻ, പാട്ടൊക്കെ പഠിച്ചിട്ടില്ല, പക്ഷെ കയറി വന്നു. അപ്പോൾ എന്താണ് സ്റ്റോറി എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിക്കണേ. വയസ്സുകൊണ്ട് ചെറുതല്ല, പക്ഷെ കാണുമ്പോൾ ചെറുതാണ്. പിന്നെ ബുദ്ധിയുടെ കാര്യത്തിൽ വലിപ്പമുള്ള ബുദ്ധിയാണ്. അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല, അത്ര ബുദ്ധിയുള്ള കൂട്ടത്തിലും അല്ല. പക്ഷെ ഇപ്പം കൊണ്ട് ചേർത്തില്ല ഡിഗ്രിക്കൊക്കെ. അത്രയും +2 ഒന്നും മര്യാദക്ക് പഠിക്കാതെ 10th അധികം മാർക്കില്ല. ഉപ്പൊക്കെ ഗൾഫിലുള്ള സമയത്ത് പെർസെൻറ്റേജ് ഒക്കെ ഭയങ്കര കുറവായിരുന്നു. അപ്പോൾ പാടുള്ള തെറിയൊക്കെ കേട്ട് ആകെ അടങ്ങേറായിട്ടാണ് +1 എങ്ങനെയോ അഡ്മിഷൻ കിട്ടിയാണ്. അതും അറിയാലോ, കൊമേഴ്സ് നമ്മൾ എങ്ങനെയും പാസ്സാവണം, കൊമേഴ്സ് കിട്ടണമല്ലോ. എല്ലാവരും കാല് പിടിച്ച് കൊമേഴ്സ് കിട്ടിയില്ല. അവസാനം കിട്ടിയതോ സയൻസ് ബാച്ച്. അവിടെ നമുക്ക് ശരിക്കും പഠിപ്പിഷ്ടം ഉണ്ടാവുന്നത്. ഈ ക്ലാസ്സിൽ മൊത്തം പഠിക്കാത്ത കുരുത്തം കെട്ട പിള്ളേരാണ് ഈ ക്ലാസ്സിൽ മൊത്തം ഉണ്ടാവുക. ബയോമാക്സ് ആയിരിക്കും, ബയോളജി മാത്സ് ടഫിൻ്റെ അങ്ങേയറ്റായിരിക്കും. ഇത് പഠിക്കാനും പറ്റില്ല. പക്ഷെ നമ്മളെന്തോ എങ്ങനെ നല്ല എക്സാംസിനൊക്കെ പാസ്സാവും.
ഈ സൂഫി ഖവാലിയെ കുറിച്ച് പറഞ്ഞുകൊണ്ട് പറയാം. ഈ സൂഫിസത്തിന്റെ അതിലേക്കൊക്കെ കുറച്ചുകൂടെ ആഴത്തിൽ പോയിട്ടുണ്ടോ? ഉണ്ട്, എനിക്ക് അതുണ്ട് ഉള്ളിൽ കുറച്ച്. വിശ്വാസം ഓവറാന്നല്ല, പക്ഷെ എനിക്ക് കുറച്ച് സൂഫിസ്റ്റിക് പരിപാടികൾ എൻ്റെ ഉള്ളിലുണ്ട്. ഒരു സൂഫി ഗുരു ഉണ്ട് അവിടെ. ഇപ്പോൾ ഏകദേശം 2 കൊല്ലത്തോളായി. അതിന്റെ ഫിലോസഫി ആണോ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, മ്യൂസിക് ആണോ കോൺസെൻട്രേറ്റ്? അല്ല, മ്യൂസിക് ഉണ്ട്. അതിന് ഉള്ളിലത്തെ കുറച്ച് മാനസികപരമായിട്ട് കുറച്ച് കാര്യങ്ങൾ എടുക്കലുണ്ട്. ചില കാര്യങ്ങൾ മതപരമായിട്ട് കണ്ട് തലയിലേക്ക് കയറ്റണമെന്നല്ല, ഒരു മുസ്ലിം ബേസിക് ആണല്ലോ ഈ പരിപാടിയൊക്കെ. പക്ഷെ അതിലോട്ടല്ലാതെ പോവാതെ കാര്യങ്ങൾ മനസ്സിലാക്കും. തെറ്റ് പരിപാടികളൊക്കെ നമുക്ക് കുറേ പ്രശ്നങ്ങളുണ്ടാവില്ലേ, അതൊക്കെ പോയി സംസാരിക്കലുണ്ട് എൻ്റെ ഗുരുവിൻ്റെ അടുത്ത്. പാട്ടിനെ കുറിച്ച് സംസാരിക്കും അതിൻ്റെ കൂടെ തന്നെ. അപ്പോൾ ഗുരുവിൻ്റെ അടുത്ത് പോകുമ്പോൾ കാര്യങ്ങൾ പറയും, ഇന്ന കാര്യങ്ങൾ അതാണ് ശരി, ഇതാണ് തെറ്റ്. നമുക്കറിയാത്ത കുറേ കാര്യങ്ങൾ ചെറിയ പ്രായം. പാടുന്ന ആളും കൂടെയാണ്. ഗുരുവിന് പാട്ടിനെ കുറിച്ച് നല്ല ബോധമുണ്ട്, പാടുന്ന ആളല്ല. പക്ഷെ അവിടെ കവാലി എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ സമാഖാനം എന്ന് പറയും, പാടിപ്പറയാന്ന് പറയും കവാലിക്ക്. ഇങ്ങനെ പൈസ എറിയുന്ന ഒരു പരിപാടി ഉണ്ട്, പുറത്തൊക്കെ ഉണ്ടാവും, അജ്മീർ ഡൽഹിയിലൊക്കെ ഉണ്ട് പുറത്തൊക്കെ. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഏറ്റവും വലുതായി നടക്കുന്ന ഷൊർണൂരാണ്. ഏകദേശം നമ്മളൊക്കെ പ്രോഗ്രാമിന് പോയി കഴിഞ്ഞാൽ നമ്മൾ പാടിക്കഴിഞ്ഞാൽ ഇങ്ങനെ പൈസ ഇങ്ങനെ എറിയും, 10 തൊട്ട് 100 തൊട്ട് 500 നോട്ടൊക്കെ ആയിട്ട്. അങ്ങനെ എറിഞ്ഞ് കിട്ടുന്ന പൈസ മാത്രം മതി നമുക്ക് അന്നത്തെ പേയ്മെൻറ്റ്. നോർമൽ പരിപാടിക്ക് പോയാൽ നമുക്ക് 10 രൂപ പേയ്മെൻറ്റ് ഉള്ളവർക്ക് അവിടെ പോയാൽ 20,000 15,000 ഒക്കെയാണ് പേയ്മെൻറ്റ്. എറിഞ്ഞ് തന്നെ കിട്ടും 1.5 ലക്ഷം 2 ലക്ഷം രൂപയോളം എറിഞ്ഞ് മാത്രം. എറിഞ്ഞ് വീഴ്ത്തുന്നവനാണ് ബുദ്ധിമാനാണ്. ഇത് കാണുമ്പോൾ ആൾക്കാർ ആയിരിക്കും ഇങ്ങനെ തള്ളാനോടാന്ന്. അപ്പോൾ അത് ഞാൻ എന്ത് ചെയ്യും, ആദ്യമൊക്കെ പോകുമ്പോൾ എല്ലാവരും ഇങ്ങനെ പറയും പോടാ ഇത്ര കിട്ടിയോന്നൊക്കെ ചോദിക്കും നാട്ടിലത്തെ പിള്ളേർ. പിന്നെ ഞാൻ പോകുമ്പോൾ ഞാൻ യൂട്യൂബറാണല്ലോ, ഞാൻ വ്ളോഗ് എടുക്കുമ്പോൾ ഇതന്നെ അതിൻ്റെ ഉള്ളിൽ 100-120 ആൾക്കാർ അവിടെ ഉള്ള ഖലീഫമാരെന്ന് പറയും, ശിഷ്യന്മാരാണ് ഈ പറയുന്ന ഗുരുവിൻ്റെ. അവരാണ് ഈ ഫണ്ട് എറിയുക, പുറത്തുനിന്ന് വരുന്നവരും പൈസ എറിയുന്നുണ്ടാവും. ശരിക്കും ഞെട്ടിക്കുമെന്നാണ് എനിക്ക് മനസ്സിലാവണേ. ഇത് ഫയറുള്ള ആളാണ്, നല്ല ഫയർ. അപ്പോൾ പാട്ടിലും ആ ഫയർ കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഉണ്ട്,